എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് പെട്ടെന്ന് പാഞ്ഞു. ഒരു എസ് വളവുണ്ട് മുന്നിൽ. അടുത്ത ലെഫ്റ്റ് കേട്ടോ, ഈ ലെഫ്റ്റാണ്. 40 ഏക്കർ ടീ കമ്പനിയാണ് നേരെ പോയി കഴിഞ്ഞാൽ. നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുത്തു. ഇതെല്ലാം സെൻട്രൽ ലൈനുള്ളത് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം റോഡ് തന്നെയാണ്. സെൻട്രൽ ലൈൻ ഇട്ടേക്കുന്ന റോഡുകൾ. മറ്റേ ബൈ റോഡുകൾക്കൊന്നും ഇതുപോലെ സെൻട്രൽ അങ്ങനെ ഒരു ഡിവൈഡർ ലൈൻ ഉണ്ടാവില്ല. നല്ല വീടുകളൊക്കെ കാണാം നമുക്കിവിടെ. വീണ്ടും ഒരു എസ് വളവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു എസ് വളവാണ്. ഇവിടെയും നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിക് വെതർ ഉണ്ട് ഇവിടെ. രവീന്ദ്രൻ മാഷും കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ പറ്റിയ ആ ഒരു സ്ഥലമാണത്. ഏലകൃഷി നമുക്കിവിടെ കാണാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏലം കൃഷി ചെയ്തേക്കുന്ന കാണാം ഇവിടെ ദിവസമായിട്ട്. നല്ലൊരു ശാന്തമായ സ്ഥലം. നമ്മൾ സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് മാറിയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ്. നിങ്ങൾ സ്വസ്ഥത തേടി വരുന്നവരാണെങ്കിൽ ഇത് ഒരു നല്ലൊരു സ്ഥലമായിരിക്കും. ബിസി ആയിട്ടുള്ള ഓഫീസ് ഷെഡ്യൂളിൽ നിന്ന് ഒന്ന് ഓടി പ്രകൃതിയോട് അടുത്ത് ചേരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു എന്താ പറയുക, അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളാണ്. സ്വിറ്റ്സർലൻഡിലൊക്കെ കാണുന്ന റോഡുകൾ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വിറ്റ്സർലൻഡിലൊക്കെ കാണുന്ന പോലത്തെ റോഡാണ്. കുറ്റം. ഇനി നമ്മൾ ഏകദേശം മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു യൂ ടേൺ ആണ് എടുക്കേണ്ടി വരുന്നത്. അവിടെ ചെന്നിട്ടാണ് യൂ ടേൺ. അപ്പം നമ്മൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ റോഡിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് യൂ ടേൺ കയറിയിട്ടാണ്. അത് ആക്ച്വലി ഇത് സെയിം റോഡ് തന്നെ അങ്ങനെയാണ്. വേറെ യൂ ടേൺ അല്ലാതെ വേറെ ഒരു വഴിയില്ല. യൂ ടേൺ എടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. യൂ ടേൺ എടുത്തേ പറ്റൂ. യൂ ടേൺ നമ്മൾ എടുക്കണം. ഇപ്പോൾ വീണ്ടും നമ്മൾ കയറുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ പ്രോജക്റ്റിനോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം പറഞ്ഞതുപോലെ ഒരു 50 മീറ്ററോളം ഈ പ്രോജക്റ്റിന് റോഡ് ഫ്രണ്ടേജ് 50 മീറ്ററോളം ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നല്ല പഴയ ബിൽഡിങ്ങുകൾ, പഴയ വീടുകൾ ഇതൊക്കെ കാണാം നമുക്കിവിടെ. എന്താ കൊള്ളാം. നല്ലൊരു സ്ഥലം. പ്രകൃതി രമണീയമാണ്. പയ്യെ എത്താറായി. ഈ റൈറ്റാണേ. കഴിഞ്ഞു പോയോന്നൊരു ചെറിയ സംശയമില്ല. ഈ റൈറ്റ്. ഇവിടെ ഒരു കറക്റ്റ് തിരിവ്. ആ റൈറ്റാണ്, ആ താഴോട്ടാണ്. ഇതാ വണ്ടി പോവില്ല. അത് നോക്കി പോവുമായിരിക്കും. അത് നമ്മൾ ഈ വണ്ടി പോവില്ല. ഉറപ്പാണ്. എന്നാൽ നമ്മൾ അത് നമ്മൾ കൊണ്ട് നിർത്തിയ സ്ഥലം കറക്റ്റായിരുന്നു. പക്ഷേ അവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ള ടേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുരങ്ങുപാറ 01 എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അതാണ് ശരിക്കൊരു ഐഡൻറ്റിറ്റി. ഇത് ഉദ്ദേശിക്കുന്ന 50 മീറ്റർ ഓളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു കുറച്ചുകൂടെ പ്രശാന്ത സുന്ദരമായ വീടുകളും നല്ല മലനിരകളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. വീണ്ടും നമുക്ക് ഒന്ന് തൽക്കാലം കാറ് അതിലെടുക്കാതെ ഒന്ന് നടന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാറ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിസിബിലിറ്റി ഇത്തിരി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ വിസിബിലിറ്റി മീൻസ് ആ ഇറക്കം ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് നടന്ന് നമുക്ക് നോക്കാം. ഇത് ഇടതുവശത്തുള്ള ഒരു റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. നമ്മൾ വീണ്ടും ആ വഴിയിലോട്ട് തിരിയാൻ പോവാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ സ്ഥലത്തിൻ്റെ തിരിയുന്ന സ്ഥലം. ഇതാണ്. ഇങ്ങനെ വന്നിട്ട് വളഞ്ഞു കയറണം. അപ്പോൾ ഈ ഒരു വളവിലാണ് ഒരു കൺഫ്യൂഷൻ തോന്നിയതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി പാർക്ക് ചെയ്തു. അപ്പം ഇത് തന്നെയാണ് സ്ഥലം. ഇനി നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് പോകണമെങ്കിൽ ഇത് ഓൾറെഡി കോൺക്രീറ്റഡ് റോഡാണ്. പക്ഷേ കുറച്ചുകൂടെ SUV കാറ്റഗറി വണ്ടികളായിരിക്കും പറ്റുന്നത്. കാറൊക്കെ ആണെങ്കിൽ ചിലപ്പം അടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ
ഔട്ടർ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഏകദേശം 50 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പം അവിടുന്ന് താഴോട്ട് ഇറങ്ങുക. ഇത് കാർഡമം ആണ്. ഏകദേശം ടോട്ടൽ 2 ഏക്കർ സ്ഥലത്തിൽ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള കാർഡമം ആണ്. നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എത്ര സ്ഥലം കാർഡമമാണ് കൃഷി ചെയ്തേക്കുന്നത്. നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഒരു ക്വിക്ക് ലുക്കിലാണ്. നമ്മൾ ജസ്റ്റ് വന്ന് കണ്ടു ഉടനെ തന്നെ ഇവിടുന്ന് പോരും. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ ആക്കാം. ഓക്കെ, ഇത് കുത്തനെയുള്ളൊരു ഇറക്കമാണ്. എനിക്ക് തോന്നുന്നത് ഇത് വണ്ടി ആയിട്ട് വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ വണ്ടി വീല് കിടന്ന് കറങ്ങിത്തിരിയും. അപ്പോൾ അതുകൊണ്ട് റോഡിൽ നല്ല സഫീഷ്യൻറ്റ് കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് വരാം. അതല്ലെങ്കിൽ ജീപ്പോ അതുപോലുള്ള ഏതെങ്കിലും ജീപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും കുറച്ചുകൂടെ അഡ്വൈസബിൾ. 4 വീൽ ഡ്രൈവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടേണിങ്ങിൽ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4 വീൽ ഡ്രൈവ് ആണെങ്കിലും അവിടെ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി കളിക്കും. നമ്മുടെ ചക്കയൊക്കെ വീണ് ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ചക്ക ആകെ ചീത്തായി. ഇത് സ്റ്റോറേജ്, വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ടാങ്ക് ഔട്ട് സൈഡുണ്ട്. അഗെയിൻ നമ്മൾ കിണർ ആണെങ്കിൽ കണ്ട സഫീഷ്യൻ്റ് വെള്ളവും ഒക്കെ ഉണ്ട്. ഇവിടെ വെള്ളമൊക്കെ നല്ല ശുദ്ധവെള്ളമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഓളം മലമ്പ്രദേശം ആയതുകൊണ്ട് നമുക്കൊരു ടാപ്പ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ടാപ്പ് അമ്പു നല്ല ഫുൾ സോഴ്സാണ്. എടാ ഒരു ഇതുണ്ട്, വാച്ച് ടവർ ഉണ്ട്. ഒരു വാച്ച് ടവർ ഉണ്ട് ഇവിടെ. വാലി വ്യൂ കോട്ടേജ്, ഇതാണ് പ്രപ്പോസ്ഡ് സ്ഥലം. വാലി വ്യൂ കോട്ടേജ്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇത് നമ്പർ ലോക്കൊക്കെ ഉള്ള ഡോറാണ്. ഓട്ടോമാറ്റിക് മറ്റേ സിസ്റ്റം ഉണ്ട്. CCTV സർവേലൻസ് ക്യാമറയുണ്ട്. അപ്പോൾ ഒരു സെക്യൂറാണ് ശരിക്കും. ലോക്ക് സിസ്റ്റം ഉണ്ട് ഡോറിന്. അപ്പം അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഒരു പാമ്പിനെ പോലെ എന്തോ തോന്നി. പാമ്പാണോ എന്നറിഞ്ഞൂടാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പാമ്പൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. അഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി പടർത്തി വിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ വേറെയും നമുക്ക് ഒരു വാച്ച് ടവർ പണിതിട്ടുണ്ട്. പ്ലസ് എനിക്ക് തോന്നുന്നത് ഒരു ഇത് കൃഷി പ്ലാന്റേജിൽ ആർക്കെങ്കിലും താമസിക്കാനോ അല്ലെങ്കിൽ ജോലിക്കാർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ അത് ഉണക്കാനോ പിടിക്കാനോ ഒക്കെയുള്ള ഒരു ചെറിയ ഷെഡുണ്ട്. ഇതാണ് അതിൻ്റെ വ്യൂ. ടോട്ടൽ 2 ഏക്കറാണ് സ്ഥലം വരുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലവും നല്ല ശാന്തപരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ബ്ലോഗ് നിർത്തുകയാണ്. നമുക്ക് വീണ്ടും കാണാം.